ഹലോ ഓൾ, വെൽക്കം ടു ബി ടെക്കിഫൈഡ്. സോ വീണ്ടും ഒരു എക്സാം ടൈം വന്നിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ ഫോർ ദ സപ്പോർട്ട് യു ഹവ് ഗിവൺ ദ ലാസ്റ്റ് ഇയർ. നിങ്ങൾ ലാസ്റ്റ് ഇയർ തന്നതിൻ്റെ ഒരു പ്രചോദനം, ആ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ് ഈ ഇയറും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ആയിട്ട് ബി ടെക്കിഫൈഡ് തിരിച്ചു വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S4 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 4, അതായത് ഗ്രാഫ് തിയറി. അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതുപോലെ എങ്ങനെ അതിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, എത്രത്തോളം ആ ഒരു സബ്ജക്റ്റിൽ ഡെപ്ത് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ. ഓക്കെ, കമ്മിങ് ടു ദ ഫസ്റ്റ് മൊഡ്യൂൾ. ഞാൻ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ്, ബേസിക് ഡെഫിനിഷൻ എന്തായാലും നിങ്ങൾ നോക്കണം. കാരണം ഇതറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി 2 മൊഡ്യൂളൊക്കെ പഠിക്കുന്നത് ആക്ച്വലി വേസ്റ്റ് ആയി പോകും. കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷൻ, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ദ മോസ്റ്റ് ബേസ്. ഇതെന്തായാലും അറിഞ്ഞിരിക്കുക. നമ്മൾ വീടൊക്കെ പണിയുമ്പോൾ ഫൗണ്ടേഷൻ കെട്ടിയിട്ടാണല്ലോ നമ്മൾ ബാക്കി വീട് പണിയുക. ഒരിക്കലും നമ്മൾ തിരിച്ചാരും ചെയ്യാറില്ലല്ലോ. സെയിം രീതിയിൽ തന്നെയാണ് ബേസിക് ഡെഫിനേഷൻസ് എന്തായാലും നോക്കിയിട്ട് പോവാം. ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 2019 സ്കീമും കൂടെ നോക്കിയിട്ടാണ് പറയുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ഇതുവരെ നമുക്ക് വേറെ സോഴ്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, സോ അത് വെച്ച് കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് 3 മാർക്സിന് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് ഗ്രാഫ്സ് ജസ്റ്റ് അത് എന്താണെന്ന് നോക്കി പോവുക. ഇൻസിഡൻസ് ആൻഡ് ഡിഗ്രി അതും എന്താണെന്ന് നോക്കി പോവുക. ഐസൊലേറ്റഡ് വേർട്ടെക്സ്, പെൻഡൻറ്റ് വെർട്ടെക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒന്നുമില്ല, 0യും 1ഉം ആണ്. വേർട്ടെക്സിൻ്റെ കൗണ്ടിൻ്റെ ബേസിലാണത് വരുന്നത് നമുക്കറിയാം. അതെന്തായാലും ഒന്ന് നോക്കി പോവുക. ദെൻ കംസ് നൾ ഗ്രാഫ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ടോപ്പിക്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോമോർഫിസം വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇഷ്ടംപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ 2019 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓൾദോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അത് കാണുന്നുണ്ട്. ഓക്കെ, സബ് ഗ്രാഫ് എന്തായാലും ചോദിക്കും. ഓക്കെ, വാക്സ്, പാത്ത്സ്, സർക്യൂട്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഈ ടോപ്പിക്സ് നെക്സ്റ്റ് മൊഡ്യൂൾസിലൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ വരുന്ന ടോപ്പിക്സാണ്. കാരണം ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് ഇതറിഞ്ഞില്ലെങ്കിൽ ആ ടോപ്പിക്ക് കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കുറച്ച് കേസ് ഉണ്ട്. സോ ഓക്കെ, സോ ഒന്ന് ഞാൻ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് മൊഡ്യൂൾസ് കണ്ടിന്യൂവേഷൻ. ഓക്കെ, ഞാൻ അത്ര മാർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ കണക്റ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ്സ് അതെന്തായാലും ചോദിക്കും. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. ഇനി ഇതിൽ ഉള്ളിലേക്ക് വരുന്ന കുറച്ച് ടോപ്പിക്സ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഗ്രാഫ് ഡെഫിനേഷൻസ് എപ്പോഴും നോക്കുമ്പോൾ അതിലെന്തായാലും നോക്കിയിട്ട് പോകേണ്ട, ലൈക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി വെച്ചിട്ടുള്ള 2 ഗ്രാഫുകളാണ്. ഒന്ന് സിമ്പിൾ ഗ്രാഫ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് കംപ്ലീറ്റ് ഗ്രാഫ്. അതിൽ തന്നെ കംപ്ലീറ്റ് ഗ്രാഫ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും ഒന്ന് നോക്കുക. പ്രൂഫുകൾ ക്ലിയർ ആയിട്ട് നോക്കി പോവുക. അതിൽ തന്നെ കൂടുതൽ കണ്ടൊരു ക്വസ്റ്റ്യൻ, പ്രൂഫല്ല ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ് പറയുന്നത്. പോസിബിൾ നമ്പർ ഓഫ് എഡ്ജസ് അല്ലെങ്കിൽ വേർട്ടെക്സ്, അത് ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഒരു ഡാറ്റ തന്നിട്ട് മറ്റേ ഡാറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, സോ എഡ്ജസ് ഓർ വേർട്ടെക്സ് ഡിസസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ മാറി മറിച്ചുമൊക്കെ തരാം. ആ രീതിയിൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് കൂനിസ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം. ഇത് ആക്ച്വലി വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് യൂളർ ഗ്രാഫിൻ്റെ കൺസെപ്റ്റാണ്. അതായത് സെക്കൻഡ് മൊഡ്യൂളാണ് നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, ബ്രിഡ്ജ് പ്രോബ്ലം ഇത് കംസ് അണ്ടർ യൂളർ ഗ്രാഫ് ആണെങ്കിലും ഫസ്റ്റ് മൊഡ്യൂളിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ പ്രോബ്ലം ഓഫ് ക്രോസിങ് ഓൾ ബ്രിഡ്ജസ് വൺസ്, ആ രീതിയിലുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതൊന്ന് നോക്കി പോക്കോളൂ. ഇതിവിടെ നമ്മുടെ സിലബസിലും മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ദാറ്റ്സ് വൈ. അപ്പം ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് വരുന്ന ടോപ്പിക്സ്. സോ നമുക്കിനി സെക്കൻഡ് മൊഡ്യൂൾ നോക്കാം. സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ കാണുമ്പോൾ കുഞ്ഞിതെന്ന് തോന്നുമെങ്കിലും ദർസ് ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. സോ ഫസ്റ്റ് ടോപ്പിക് തന്നെ യൂളർ ഗ്രാഫാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്
ലൈക്ക് ലാസ്റ്റ് മറ്റേ ബ്രിഡ്ജ് പ്രോബ്ലം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കൺസെപ്റ്റാണിത്. ആക്ച്വലി സെക്കൻഡ് മൊഡ്യൂളിലാണ് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാമിൽട്ടോണിയൻ പാത്സ് ആൻഡ് സർക്യൂട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹാമിൽട്ടോണിയം ഇവളും തമ്മിൽ കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഒന്ന് എഡ്ജിൻ്റെ ഒന്ന് ഗ്രാഫിൻ്റെ ആ രീതിയിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതൊന്ന് പഠിക്കുക. ഹാമിൽട്ടോണിയനിൽ വരുന്നൊരു തിയറമുണ്ട്, അത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഞാൻ. ഡിറാക്സ് തിയറം എന്ന് പറയും. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചോളൂ. ഓക്കെ, പിന്നെ വരുന്നതാണ് TSP അഥവാ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. എന്തായാലും പഠിക്കണമെന്ന് ഞാൻ പറയും. ഞാൻ പഠിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഈസിയെന്ന് തോന്നിയ ഒരു ടോപ്പിക്കാണ് ആക്ച്വലി TSP. അതുപോലെ തന്നെ നിങ്ങൾക്കിനി ആവശ്യം വരും ആസ് എ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. എന്തായാലും നിങ്ങൾക്ക് ആവശ്യം വരും. ലൈക്ക് നമ്മളൊക്കെ പഠിച്ച സമയത്ത് അൽഗോരിതം അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സബ്ജക്റ്റിനാണ്. നിങ്ങൾക്ക് അതെങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ സബ്ജക്ട്സിലൊക്കെ നമുക്ക് ആക്ച്വലി TSPയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. സോ എന്തായാലും പഠിച്ചു വെക്കുക. ഈസിയാണ് ആക്ച്വലി. ഇതിൽ കമ്പാരിറ്റീവ്ലി എല്ലാ ടോപ്പിക്സും വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പഠിക്കാൻ കുറച്ച് സമയമെടുക്കും, ബട്ട് മനസ്സിലായാൽ ഇറ്റ്സ് ദ മോസ്റ്റ് ഈസി. മനസ്സിലാവാനും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഫേസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സംഭവമല്ല TSP എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾക്ക് വരുന്നതാണ് കണക്ടിവിറ്റി. പലതരത്തിലുള്ള കണക്ടിവിറ്റി. അത് എഡ്ജ് കണക്ടിവിറ്റി, വേർട്ടെക്സ് കണക്ടിവിറ്റി, അങ്ങനത്തെ കുറച്ച് കണക്ടിവിറ്റീസ് ഉണ്ട്. അതെന്തായാലും നോക്കി പോവാം. ഡയറക്റ്റഡ് ഗ്രാഫ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന് വേറൊരു പേരും കൂടെ നമ്മളിവിടെ പറയും, ഡയഗ്രാഫ്. ഇങ്ങനെയൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. സോ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇതെന്താണ് എന്ന് വിചാരിക്കരുത്. ഡയഗ്രാഫ് മീൻസ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് തന്നെയാണ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഇനി ഇതിൽ മെൻഷൻ ചെയ്യാതെ പോയ ഒരാളുണ്ട്, കാരണം അതും കൂടെ ഇനി നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ളൂ. അത് ആക്ച്വലി ഞാൻ അണ്ടർലൈൻ ചെയ്യാതിരുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട്, ബട്ട് അതിൽ നിന്ന് ഒരു ഫോക്കസ് ഏരിയ പോലെ ഒരു കുറച്ച് ടോപ്പിക്സ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്യുകയാണ്. ആക്ച്വലി ഇതിൽ കുറേ ഓപ്പറേഷൻസ് ഉണ്ട് ഗ്രാഫിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് അതിൽ ഏറ്റവും ടോപ്പ് 3 ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിരിക്കുന്നത് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, റിംഗ് സം. ഇത് മൂന്നുമാണ് കൂടുതലും അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. ഓക്കെ, അതുപോലെ തന്നെ കോംപ്ലിമെൻ്റ്, ജോയിൻ ഒക്കെ ഉണ്ട്, അതിൻ്റെ പാർട്ട് തന്നെയാണ്. ബട്ട് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, റിംഗ് സം ഈ മൂന്നുമാണ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. സോ ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഓക്കെ, നമുക്ക് തേർഡ് മൊഡ്യൂളിലേക്ക് പോയാലോ? ഓക്കെ, തേർഡ് മൊഡ്യൂൾ ഇസ് ഓൾ അബൌട്ട് ട്രീസ്. നമ്മൾ സാധാരണ മണ്ണിൽ വെക്കുന്ന മരങ്ങളല്ല. ഓക്കെ, ഗ്രാഫ് ബേസ്ഡ് കുറച്ച് ട്രീസ് ഉണ്ട്, അതാണ് ഇതിൽ കൂടുതൽ വരുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് അൽഗോരിതംസ് ഉണ്ട്. സോ കമ്പാരിറ്റീവ്ലി ബാക്കി മോഡൽസ് വെച്ച് നോക്കുമ്പോൾ സിമ്പിളാണ്. ഓക്കെ, അതിൽ തന്നെ ട്രീ പ്രോപ്പർട്ടീസ് എന്തായാലും പഠിച്ചു വയ്ക്കുക. അതിലും ഞാൻ കൂടുതൽ പഠിക്കേണ്ടത് റേഡിയസ് കണ്ടുപിടിക്കാനും അതുപോലെ സെൻറ്റർ കണ്ടുപിടിക്കാനും ഹൈറ്റ് കണ്ടുപിടിക്കാനുമാണ് കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്നത്. അത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് കൂടാതെ എക്സിൻട്രിസിറ്റി ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, ഇതൊക്കെ ഇതിൽ പാർട്ടാണ്. ബട്ട് കൂടുതൽ കണ്ടിരിക്കുന്നത് ഇത് മൂന്നുമാണ്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രീ പ്രോപ്പർട്ടീസിൽ ഇത് പഠിച്ചു വയ്ക്കുക. പെൻഡൻ വേർട്ടീസസ് ആക്ച്വലി ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് ഒന്ന് പോയാൽ മാത്രം മതിയാവും. ഓക്കെ, ഇതാ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റൻസ്, സെൻറ്റർ ഇൻ എ ട്രീ. ഓക്കെ, റൂട്ടഡ് ആൻഡ് ബൈനറി ട്രീസ്. അതിൽ തന്നെ ഞാൻ എടുത്ത് പറയുന്നത് ബൈനറി ട്രീസ് പഠിക്കാനാണ്, കാരണം അതാണ് കൂടുതൽ നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരിക. തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലൊക്കെ കൂടുതൽ ആവശ്യം വരുന്നൊരു ടോപ്പിക്കാണ് ആക്ച്വലി ബൈനറി ട്രീസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് പഠിക്കുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫോർവേഡ് നിങ്ങളിതൊക്കെ പഠിച്ചു നിങ്ങൾക്ക് മനസ്സിലാവുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ടോപ്പിക്കാണ് ബൈനറി ട്രീസ്. റൂട്ടഡ് പഠിക്കേണ്ടതെന്നല്ല, ബൈനറി കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കൗണ്ടിങ് ട്രീസ് ജസ്റ്റ് നോക്കിയിട്ട് പോയാൽ മതി. സ്പാനിങ് ട്രീസ് ചോദിക്കാറുണ്ട്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതാണ് ട്രീസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് അൽഗോരിതംസ് ഉണ്ട്. പ്രിംസ് അൽഗോരിതം, ക്രിസ്കൽസ് അൽഗോരിതം, ഡിജിക്സ്ട്ര ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം, ഫ്ലോയ്ഡ് വാർഷൽ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം. 4 അൽഗോരിതം ഞാനൊന്ന് റാങ്ക് ചെയ്യാൻ പോകുന്നു. ആക്ച്വലി ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മാർക്ക് ചെയ്തിരിക്കുന്നത് ശരിയല്ല, കാരണം ആക്ച്വലി 4 ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏത് ഓർഡറിൽ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാനൊരു ജസ്റ്റ് ഒരു റഫ് തരാം. ഓക്കെ, ഫസ്റ്റ് എന്തായാലും ഡിജിക്സ്ട്ര പഠിക്കുക, കാരണം കമ്പാരിറ്റീവ്ലി പഠിക്കാൻ എളുപ്പം ഡിജിക്സ്ട്രയാണ്. ഓക്കെ, ഡിജിക്സ്ട്ര റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. മിക്കവാറും A പാർട്ടിലുണ്ടെങ്കിലും അത് B പാർട്ടിലും രണ്ടിടത്തും നമ്മുടെ ഈ കുമ്പിടി വരുന്ന പോലെ വരുന്നൊരു
കഥാപാത്രമാണ് ആക്ച്വലി ഡിജിക്സ്ട്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ക്രുസ്കൽ പഠിക്കുക. ഇത് ഞാൻ പഠിച്ച ഓർഡർ കേട്ടോ. ഞാൻ ഇതിൽ ക്രുസ്കലും ഡിജിക്സ്ട്രയും മാത്രം പഠിച്ചിട്ട് പോയതാണ്. ഫ്ലോയിഡ് വാർഷിൽ ജസ്റ്റ് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ, പ്രിംസ് പഠിച്ചിട്ടേ ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ പോയി, കാരണം ഡിജിക്സ്ട്രയാണ് മിക്കവാറും ചോദിക്കുന്നത്. സോ അവിടെ വേറൊരു ആലോചനയുടെ ആവശ്യമില്ലായിരുന്നു. മേ ബി ഇപ്പം ട്രെൻഡ് മാറാം. സോ എന്നാലും ഒന്നും പഠിക്കാതെ പോകുന്നതിലും ഭേദമാണല്ലോ. ഓക്കെ, ദെൻ കംസ് ഫ്ലോയിഡ്, പിന്നെ നിങ്ങൾ പ്രിംസ് പഠിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു ഓർഡറിൽ പഠിക്കാനും കൂടെ നോക്കിയാൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ ടു ഹാർഡ് ലെവൽ, ആ ഒരു രീതിയിലാണ് ഞാനിതിനെ റാങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് തേർഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ നോക്കിയാലോ. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളിൽ കുറച്ച് മെട്രിക്സുകളും കുറച്ച് കളറിംഗ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ക്രയോൺസ് വെച്ചുള്ള കളറിംഗ് അല്ല, അല്ലാത്ത കുറച്ച് കളറിംഗ് ഉണ്ട്. ഓക്കെ, സോ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആക്ച്വലി മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ, അതായത് അഡ്ജസൻസി മെട്രിക്സ്, ഇൻസിഡൻറ്റ് മെട്രിക്സ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് മൊഡ്യൂളിൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടാവും, ചിലപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചും വരും. ചിലപ്പോൾ ആരെങ്കിലും ക്യാമിയോ വന്നെന്നും വരാം. ഓക്കെ, സർക്യൂട്ട് അല്ലെങ്കിൽ പാത്ത് മെട്രിക്സ് ഇവരാരെങ്കിലും ക്യാമിയോ വന്നെന്നും വരാം. കൂടുതൽ ഇവർ രണ്ടുപേരാണ് മിക്കവാറും ഒരുമിച്ച് വരുന്നത്, അഡ്ജസൻസിയും ഇൻസിഡൻറ്റും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോളാം. സർക്യൂട്ടും പാത്തും അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാൻ സമയമെങ്കിൽ പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ കംസ് കളറിംഗ്. കളറിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ആക്ച്വലി ക്രൊമാറ്റിക് നമ്പർ. ക്രൊമാറ്റിക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാം. ഇന്നതാണെങ്കിൽ, ഇന്ന നമ്പർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ക്രൊമാറ്റിക് ചെയ്യും. കൂടുതലും കണ്ടിരിക്കുന്നത് ഞാൻ 2 ക്രൊമാറ്റിക്കിൻ്റെയാണ്. ഓക്കെ, അതായത് എഡ്ജസിനൊക്കെ നമ്മൾ കളർ കൊടുക്കുന്ന ഒരു സ്കീമാണിത്. അത് അടുത്തടുത്ത എഡ്ജസിൻ്റെ കളർ വരുന്നത്, അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റുകളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ക്രൊമാറ്റിക് പോളിനോമിയൽ, അതാണ് ഞാൻ ഈ പറഞ്ഞ കേസ്. ഗ്രീഡി കളറിംഗ് അൽഗോരിതം, ഇതിൽ വരുന്ന ആകെ ഒരു അൽഗോരിതം അതാണ്. സോ അതും ഒന്ന് നോട്ട് ചെയ്ത് പോകാൻ പറ്റിയാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. അതുപോലെ ആക്ച്വലി എനിക്കൊരു ടോപ്പിക്ക് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ ഒന്ന് മിസ്സായിട്ടുണ്ട്. സ്പാനിങ് ട്രീയുടെ കൂടെ വരുന്നൊരു ടോപ്പിക്കാണ് ആക്ച്വലി. അതായത് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് അഥവാ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്. 2 ടോപ്പിക്സ് ഉണ്ട് കേട്ടോ. ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സ് ആൻഡ് കട്ട് സെറ്റ്. ഇതിൻ്റെ പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് പോകാൻ പറ്റിയാൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 4 മൊഡ്യൂൾസിലായിട്ട് വരുന്ന നമ്മുടെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു രീതിയിൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. ആൻഡ് മാർക്ക് ചെയ്യാത്ത ടോപ്പിക്ക് പഠിക്കാതിരിക്കരുത്, നമുക്ക് സമയമുണ്ടല്ലോ. സോ പഠിക്കുക, ബട്ട് ഈ ഒരു രീതിയിൽ വെയിറ്റേജ് ക്ലിയർ ചെയ്ത് പോവുക. ആൻഡ് ഞാൻ എഴുതിയ എക്സാമിൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്. ആൻഡ് ഐ തിങ്ക് ഇതുവരെ എഴുതിയ മാത്തമാറ്റിക്സ് പേപ്പറുകളിൽ വെച്ച് ഏറ്റവും എളുപ്പമാണ് ഗ്രാഫ് തിയറി. ആൻഡ് ഫോർ ഷുവർ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും മാക്സിമം ഗ്രേഡ് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. കാരണം ഇതിൽ വേറെ ഒന്നിനും ഔട്ട് ഓഫ് ദ ബോക്സ് ചോദിക്കാനില്ല. ഇതിലെന്താണോ ഉള്ളത് അത് തന്നെ നമുക്ക് ചോദിക്കാനുള്ളൂ. മേ ബി 1-2 വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലേ, അല്ലാതെ അതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരാനില്ല. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും നിങ്ങളുടെ SGP CGP ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ആക്ച്വലി വന്നിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മാലാഖ പോലെയാണ് നമുക്ക് ആക്ച്വലി ഗ്രാഫ് തിയറിനെ കാണാൻ പറ്റുക. സോ ഈ ഒരു സബ്ജക്റ്റിന് ആ ഒരു രീതിയിൽ നമ്മളൊരു വ്യൂ കൊടുത്ത് പഠിക്കാൻ പറ്റിയാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, സോ ഇതിൽ മൊഡ്യൂൾ 1 കൂടുതലും ഞാൻ ജസ്റ്റ് അതിനകത്ത് ആ ഒരു എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ് ആക്ച്വലി പറയാൻ പോകുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 1 ആക്ച്വലി നമ്മൾ പറഞ്ഞ പ്രകാരം ഡെഫിനിഷൻസ്, പ്രൂഫ്, അതുപോലെ തന്നെ കുഞ്ഞ് പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, വാക്ക്, പാത്ത്, സർക്യൂട്ട്, ആ ഒരു ഏരിയ എന്നൊക്കെ ആയിരിക്കും മിക്കവാറും പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരിക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ എന്താ പറയുക, കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്സ് വരുന്നു ആക്ച്വലി ഈ സെക്കൻഡ്. ഈ യൂളർ ഗ്രാഫ് അതുപോലെ ഹാമിൽട്ടോണിയൻ പാത്സ് ഒക്കെ കുറച്ച് പണിയാണ് മനസ്സിലാക്കാൻ. ഭയങ്കര പണിയാണെന്നല്ല, കുറച്ച് പണിയാണ്. ഓക്കെ, കുറച്ച് സമയം കൂടുതലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ബട്ട് TSP ഉള്ളതുകൊണ്ട് നമുക്കിവിടെ വലിയ പ്രശ്നമില്ല, മാനേജബിളാണ്. ഓക്കെ, സോ ഇതാണ് ഇതിൽ വരുന്നത്. തേർഡ് മൊഡ്യൂൾ ഫുൾ അൽഗോരിതംസിൻ്റെ ഒരു കളിയുള്ളതുകൊണ്ട് അതെന്തായാലും ഒരെണ്ണം നമുക്ക് ഷുവറാക്കാം. പിന്നെ വരുന്ന ട്രീ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഉള്ളതിൽ ഏറ്റവും നമുക്ക് മോസ്റ്റ് സ്കോർ കിട്ടാൻ ചാൻസ് ഉള്ളൊരു മൊഡ്യൂളാണ് ആക്ച്വലി തേർഡ് മൊഡ്യൂൾ. സോ കമ്പാരിറ്റീവ്ലി ഈസിയാണ് തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്സ് എല്ലാം. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളിൽ എല്ലാം തിയറി പോലെയാണ് വരിക. പ്രോബ്ലംസ് അങ്ങനെ വരുന്നത് കുറവാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഈ അഡ്ജസൻസി മെട്രിക്സ്, ഇൻസിഡൻറ്റ് മെട്രിക്സ് ഒക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ മെട്രിക്സ് വരച്ചിട്ട് അതിൻ്റെ എഡ്ജ് വെർട്ടീസിന് ഇവിടെ 1, 0 എന്നൊക്കെ മാർക്ക് ചെയ്യുന്നതാണ് ആക്ച്വലി വരുന്നുള്ളൂ. അത് പറഞ്ഞാൽ ചെയ്യാൻ ഒരുപാടുണ്ടാവും, പക്ഷേ പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ,
സോ ഇതാണ് ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഓവറോൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളുടെ എക്സാംസ് എല്ലാം അടിപൊളിയാവട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ യു എക്സാം. ബാക്കി സബ്ജക്ട്സിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൻഡ് നമുക്കതിലേക്ക് എത്താം എന്ന് പ്രതീക്ഷിക്കുന്നു. So thank you so much for watching this video. If you are not subscribed, please subscribe to BTechified Edu. This is me, Alan Jose Santos, signing off. Bye.